ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വോൾട്ട് തന്നെ ക്യാൻസർ ബാധിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. ഇതിൽ നിന്നൊരു രക്ഷപ്പെടലില്ല എന്ന് ബോധ്യപ്പെട്ട വോൾട്ട് തൻ്റെ ഇതുവരെയുള്ള ജീവിതത്തെ ഒന്ന് റീവാല്യൂ ചെയ്യുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം താൻ ഇത്രയും നാളും ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ടില്ല എന്ന്. പണത്തിൻ്റെ കുറവ്, പബ്ലിക്കായി നേരിടേണ്ടി വരുന്ന നാണക്കേട്, സ്കൂളിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടാത്തത്, സ്വന്തം ബർത്ത്ഡേക്ക് പോലും തൻ്റെ അളിയൻ ഹാങ്ക് ഒരു ഷോ സ്റ്റീലർ ആവുന്നത്, അങ്ങനെ എല്ലാം കൊണ്ടും വോൾട്ട് താൻ എന്താണ് ഈ കാലയളവിൽ നേടിയത് എന്ന് സ്വയം ചിന്തിക്കുകയാണ്. പേടിയും റൂൾസ് ഫോളോ ചെയ്തുമുള്ള ജീവിതം അദ്ദേഹത്തെ എവിടെയും എത്തിച്ചില്ല എന്നും ഇനി തൻ്റെ മരണശേഷം തൻ്റെ ഫാമിലി ഒരു കടക്കള്ളിയിലാവും എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തെ ഹെയ്സൻബർഗിലോട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കുന്നത്. ബ്രേക്കിംഗ് ബാഡ് ബോത്ത് റൈറ്റിംഗ് ആൻഡ് മേക്കിംഗ് വൈസ് ഓൾ ടൈം ബെസ്റ്റ് ഷോയിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനെ എത്രത്തോളം ഗോട്ടഡ് ആക്കുന്നത് അതിൻ്റെ തീംസാണ്. ഓരോ പോയിന്റിലും ഉയരുന്ന ത്രെറ്റും അതിനെ ചുറ്റിപ്പറ്റി ക്യാരക്ടേഴ്സ് എടുക്കേണ്ട ക്രൂഷ്യൽ ഡിസിഷൻസുമാണ് അവരുടെ ക്യാരക്ടർ ആർക്കിനെ ബാധിക്കുന്നത്. സോ അങ്ങനെ ക്യാരക്ടർ ആർക്കിനെ ബാധിക്കുന്ന ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റുകൾ എന്താണ്, അവരുടെ മൊറാലിറ്റി എങ്ങനെ അത് ചാലഞ്ച് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബ്രേക്കിംഗ് ബാഡിലെ ക്യാരക്ടേഴ്സ് ഒരു പ്രശ്നത്തിൽ എത്തുന്ന സമയത്ത് അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരു ക്യാരക്ടറിനെ കൊല്ലാൻ മുതിരുന്നത്. ലൈഫ് ഓർ ഡെത്ത് എന്ന പോയിന്റിലാണ് അവർ ഈ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. വോൾട്ടും ജെസ്സിയും കൂടുതൽ സമയത്തും ഇങ്ങനെയുള്ള ലൈഫോ ഡെത്തോ എന്ന് ചൂസ് ചെയ്യേണ്ട സമയത്താണ് അവർ മറ്റൊരാളെ കൊല്ലാൻ നിൽക്കുന്നത്. സോ ഈ സമയത്ത് നോർമൽ പീപ്പിളിനെ പോലെ അവരും സർവൈവലാണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മറ്റൊരാളെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരാളെ കൊല്ലുന്ന സമയത്ത് അവർ സ്വയം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം എനിക്ക് താങ്ങാൻ പറ്റുമോ? ഈ രണ്ട് ഫാക്റ്റുകളും അവർ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് വോൾട്ട് ക്രേസി എയ്റ്റിനെ കൊല്ലുന്ന സീന്. വോൾട്ടും ജെസ്സിയും ഒരാളെ കൊല്ലുന്നത് ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള പോയിന്റിലാണ്. ഈ ടൈമിൽ അവർ ചൂസ് ചെയ്യുന്നത് സ്വന്തം ജീവിതമാണ്. സോ ഹി പോയിസൺസ് ക്രേസി എയ്റ്റ് ആൻഡ് എമിലിയോ. പക്ഷേ ബ്രേക്കിംഗ് ബാഡിൻ്റെ വേൾഡിൽ എല്ലാ ആക്ഷനും കോൺസിക്വൻസ് ഉണ്ടാവും. എമിലിയോ മരിച്ചെങ്കിലും ക്രേസി എയ്റ്റ് ജീവിക്കുകയാണ്. സോ ക്രേസി എയ്റ്റിനെ എങ്ങനെ ഒഴിവാക്കും, എങ്ങനെ കൊല്ലും? വോൾട്ട് ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് രണ്ട് ഫാക്റ്റാണ് പരിശോധിക്കുന്നത്. ഞാനിത് ചെയ്യണോ? ഞാൻ എങ്ങനെ ഈ കുറ്റബോധം മറികടക്കും? ഇതിൻ്റെ ഇടയിൽ തൻ്റെ വരാൻ പോകുന്ന മകളുടെ കാര്യം കൂടി അദ്ദേഹം ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു ജീവൻ എടുക്കാൻ പറ്റുന്നില്ല. സോ അദ്ദേഹം മെൻ്റലി ഒരുപാട് കൺഫ്യൂസ് ആവുന്നുണ്ട്. ക്രേസി എയ്റ്റുമായിട്ട് സംസാരിച്ച് ഒരു സമാധാനത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഫുഡ് കൊടുക്കുകയും അദ്ദേഹമായിട്ട് സംസാരിച്ച് നല്ലൊരു കമ്പനി ആവുകയും ചെയ്യുകയാണ്. കൊല്ലണ്ട എന്ന ഡിസിഷനിലേക്ക് എത്തിയപ്പോഴാണ് ഫുഡ് കൊടുത്ത പ്ലേറ്റിൻ്റെ ഒരു പീസ് മിസ്സിങ് ആവുന്നതും തന്നെ ക്രേസി എയ്റ്റ് പറ്റിക്കുകയായിരുന്നു എന്നും വോൾട്ട് തിരിച്ചറിയുന്നത്. സോ ഇനി ഒരേ വഴി ക്രേസി എയ്റ്റിനെ കൊല്ലുക എന്നതാണ്. സോ ആ ഒരു ഡിസിഷൻ എടുക്കാൻ അദ്ദേഹം ഫോഴ്സ് ആവുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം ഫസ്റ്റ് ടൈമായിട്ട് ഒരാളെ കൊല്ലുന്നതും എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഹെയ്സൻബർഗ് എന്ന ആ ഒരു ക്യാരക്ടർ ആർക്ക് തുടങ്ങുന്നതും. സീസൺ 2 എത്തിയപ്പോഴേക്കും വോൾട്ടിന് ജെസ്സിയായിട്ടുള്ള ട്രസ്റ്റ് ഇല്ലാതെ ആവുകയാണ്. കാരണം ജെസ്സി അവൻ്റെ ഗേൾ ഫ്രണ്ട് ജെയിനായിട്ട് ഹെറോയിൻ അഡിക്റ്റ് ആവാൻ തുടങ്ങുകയാണ്. സോ ജെസ്സിയെ രക്ഷിക്കാൻ വോൾട്ട് ജെസ്സിക്ക് കൊടുക്കേണ്ടിയിരുന്ന പൈസ കൊടുക്കാതെ പിടിച്ചു വയ്ക്കുകയാണ്. ഇതറിഞ്ഞ ജെയിന് വോൾട്ടിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ പൈസ തിരിച്ചു വാങ്ങുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ഇതേ എപ്പിസോഡിലാണ് വോൾട്ടിന് ഒരു പെൺകുട്ടി ഉണ്ടാകുന്നത്. ജെസ്സിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ വോൾട്ട് ജെയിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടാൾക്കും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കുറച്ച് നേരത്തെ പരിചയമാണെങ്കിൽ കൂടി നല്ലൊരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. തിരിച്ച് ജെസ്സിയെ കാണാൻ പോയ വോൾട്ട് ജെസ്സിയും ജെയിനും ഡ്രഗ്സ് ഉപയോഗിച്ച് കിടക്കുന്നത് കാണുകയാണ്. അവിടെ വെച്ച് ജെയിൻ ഹെറോയിൻ ഓവർഡോസായിട്ട് മരിക്കുകയാണ്. പക്ഷെ വോൾട്ടിന് അവളെ രക്ഷിക്കാമായിരുന്നു. വോൾട്ട് മനഃപൂർവ്വം ജെയിനെ മരണത്തിലേക്ക് തള്ളിയിടുകയാണ്. കാരണം ജെസ്സിയെ രക്ഷിക്കാൻ വോൾട്ട് അതാണ് ബെസ്റ്റായി കാണുന്നത്. ഇവിടെ വോൾട്ട് ഞാൻ മുമ്പ് പറഞ്ഞ ഫാക്റ്റ് നോക്കുന്നുണ്ട്. ബട്ട് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ജെയിനെ വോൾട്ട് രക്ഷിക്കാത്തത് സ്വന്തം ലൈഫിനൊരു ത്രെറ്റ് ആയതുകൊണ്ടല്ല. ജെസ്സി ഡ്രഗ് ഓവറായി ഉപയോഗിക്കേണ്ട, ബിസിനസ്സിന് അതൊരു ആപത്താവണ്ട എന്ന് കരുതിയാണ്. ഈ കുറ്റബോധം തനിക്ക് ജീവിതകാലം മൊത്തം താങ്ങാൻ പറ്റുമോ എന്ന് വോൾട്ട് ആലോചിക്കുകയും പറ്റുമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. വോൾട്ടിന്
ഒരു പെൺകുട്ടി വളർന്നു വരികയാണെന്നുള്ളതും ഈ ഒരു തിമാറ്റിക് ഐറോണിയെ പെർഫെക്റ്റ്ലി സിംബലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പുതിയൊരു ഫാക്റ്റ് കൂടി വരികയാണ്, കോൺസിക്വൻസ്. ക്രേസി എയ്റ്റിനെ പോലെയല്ല ജെയിൻ. അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ജെയിനിൻ്റെ മരണം ഉണ്ടാക്കുന്ന കോൺസിക്വൻസ് എന്ത്? ജെസ്സിയെ മെൻ്റലി ബ്രോക്കാക്കുന്നുണ്ട്. ഇത് തന്നെ ആലോചിക്കുന്ന ജെയിൻ്റെ അച്ഛൻ ജോലിയിൽ വരുത്തുന്ന ഒരു തെറ്റ് കാരണം 167 പാസഞ്ചേഴ്സ് മരിക്കുന്നുണ്ട്. വോൾട്ടിന് ജെയിൻ ഒന്നുമല്ല, പക്ഷേ അവൾക്ക് അവളുടേതായിട്ടുള്ള സ്നേഹിതരുണ്ട്. ആ ഒരു സ്നേഹിതർക്ക് അവളുടെ ഒരു നഷ്ടം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. സോ സീസൺ 2 പുതിയൊരു ഫാക്റ്റ് കൂടി വരുന്നത്, അതാണ് കോൺസിക്വൻസ്. സീസൺ 3 എത്തിയപ്പോൾ ഗസ്സിന് വോൾട്ടും ജെസ്സിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് മാറ്റണമെന്ന് പറയുകയാണ്. ഗെയിൽ എന്ന പുതിയൊരു പാർട്ട്ണറിനെ അപ്പോയിൻറ്റും ചെയ്യുകയാണ്. വോൾട്ടും ഗെയിലും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ട് ഒരിക്കലും ഗെയിലിനെ ഹെയ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഗസ്സിൻ്റെ ഇതിന് പുറകിലുള്ള പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, വോൾട്ടിൻ്റെ മെത്ത് കുക്കിങ് ഗെയിൽ മനസ്സിലാക്കുകയും ഫ്യൂച്ചറിൽ വോൾട്ടിനെ തനിക്ക് ആവശ്യം വരാത്തൊരു സമയത്ത് കൊല്ലുകയും ചെയ്യാന്നുള്ളതാണ്. സോ ഇത് മനസ്സിലാക്കുന്നുണ്ട് വോൾട്ട്. വോൾട്ടിന് ഗെയിലിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലെങ്കിലും യോർമി എന്ന സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് വോൾട്ട് സ്വന്തം ജീവൻ നോക്കുകയും ഈസി ആയിട്ട് ഗെയിലിനെ കൊല്ലാൻ എന്ന തീരുമാനം എടുക്കുകയും ചെയ്യുകയാണ്. വോൾട്ട് ജെസ്സിയോട് സഹായം ചോദിക്കുന്നുണ്ട്, പക്ഷേ ജെസ്സിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഗെയിലിൻ്റെ ജീവിതം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. വോൾട്ട് ഒരവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ മൈക്ക് അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യുകയും കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്യുകയാണ്. സോ ഈ പോയിന്റിൽ വോൾട്ട് പെട്ടെന്ന് ഫോൺ ചെയ്ത് ജെസ്സിയോട് ഗെയിലിനെ കൊല്ലാൻ പറയുകയാണ്. ആ സിറ്റുവേഷനിൽ ജെസ്സി ഫസ്റ്റ് കണ്ടീഷൻ ഈസി ആയിട്ട് മറികടക്കുകയാണ്. പക്ഷേ ഗെയിലിനെ കണ്ടതും ജെസ്സിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഗെയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീക്കാണ്. അദ്ദേഹം തന്നെ ജീവിക്കാൻ അനുവദിക്കണം പറഞ്ഞിട്ട് ഒരുപാട് യാചിക്കുകയാണ്. സോ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ വരികയാണ്, കുറ്റബോധം. ഈ കുറ്റബോധം ഒരിക്കലും ജെസ്സിക്ക് മറികടക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരുപാട് വട്ടം ഇത് ആലോചിക്കുന്നുണ്ട്, എനിക്കിത് മറികടക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ആ ഒരു ടെൻഷനിൽ അദ്ദേഹം ഗെയിലിനെ ഷൂട്ട് ചെയ്യുകയാണ്. അവിടെ വോൾട്ടിൻ്റെ ലൈഫാണ്, അല്ലെങ്കിൽ വോൾട്ടും ജെസ്സിയുടെയും ലൈഫാണ് ജെസ്സി ഇമ്പോർട്ടൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഗസ് വോൾട്ടും തമ്മിലുള്ള ബന്ധം ഇതിലൂടെ വഷളാവുകയാണ്. ജെസ്സി മെൻ്റലി ബ്രേക്ക് ആവുകയാണ്. വോൾട്ട് നെക്സ്റ്റ് ഗസ് എന്നൊരു പോയിന്റിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹെയ്സൻബർഗിലോട്ടുള്ള ആ ഒരു ആർക്ക് കൂടുതൽ അടുത്തടുത്ത് പോവുകയാണ്. സോ ഇത്രയും കോൺസിക്വൻസസ് ആണ് ഈ ഒരു ആക്ഷന് ഉണ്ടാകുന്നത്. സീസൺ 4 എത്തിയപ്പോൾ തീംസ് ഒരുപാടധികം ഇമ്പോർട്ടൻ്റ് ആവുകയാണ്. പ്രതികാരത്തിൻ്റെ പേരിൽ ഗസ് എല്ലാ സാലമാങ്കാസിനെയും കൊല്ലുകയാണ്. ഇനി ബാക്കിയുള്ളത് ഹെക്ടർ മാത്രമാണ്. ഹെക്ടറിനാണെങ്കിൽ സംസാരിക്കാനോ നടക്കാനോ ഒന്നും പറ്റുകയില്ല. വോൾട്ടും ജെസ്സിയും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗസ്സിനെ കൊല്ലാം എന്നൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അവരുടെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹെക്ടറാണ്. ഗസ് എല്ലാം ഒരുപാടധികം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മാനാണ്. അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഹെക്ടറിനെയാണ്. തേർഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ, ഗസ്സിന് ഒരു പ്രതികാരം മാത്രമായിരുന്നു സാലമാങ്കാസ് എങ്കിൽ ഹെക്ടറിന് അതൊരു അഭിമാനവും സ്വന്തം ആൾക്കാരെ കൊന്നതിൻ്റെ ഒരു ദേഷ്യവും കൂടിയാണ് ഗസ്സിനോടുള്ളത്. സോ അദ്ദേഹം വോൾട്ടും ജെസ്സിയായിട്ട് ടീമപ്പ് ആവുകയും അവസാനം അത് ഗസ്സിൻ്റെ മരണത്തിലോട്ട് പോലും എത്തുകയാണ്. സോ ഈവൺ ദോ ഗസ് ഇത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി അദ്ദേഹം ആ ഒരു തേർഡ് കണ്ടീഷനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലോട്ട് നയിക്കുന്നത്. സീസൺ 5 ഹാങ്ക് വോൾട്ടാണ് ഹെയ്സൻബർഗ് എന്ന് തിരിച്ചറിയുകയാണ്. ഹാങ്ക് ഷൂട്ട് ഔട്ടിന് ശേഷം മരണം മുമ്പിൽ കണ്ട് നിൽക്കുകയാണ്. വോൾട്ട് തൻ്റെ ഇതുവരെയുള്ള ഡ്രഗ് ബിസിനസ്സിൽ പരിഗണിച്ചത് പവറും മണിയുമാണ്. പക്ഷേ ഹാങ്ക് ഫാമിലിയാണ്. സ്വന്തം ഫാമിലിയെ നഷ്ടപ്പെടുന്നതിലുള്ള സങ്കടം വോൾട്ടിന് മറികടക്കാൻ പറ്റുന്നില്ല. ഫാമിലി ആദ്യമായിട്ട് അദ്ദേഹം പവറിനും മണിക്കും മുകളിൽ വെക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ഹാങ്കിൻ്റെ മരണം അത്യാവശ്യമാണ്. സെക്കൻഡ് കണ്ടീഷൻ ആണ് വോൾട്ടിനെ കുഴപ്പിക്കുന്നത്. കാരണം ഈ കുറ്റബോധം ഒരിക്കലും വോൾട്ടിന് താങ്ങാൻ പറ്റില്ല. ഹാങ്കിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരിലെ ഒരു സങ്കടത്തിന് കാരണമാവും. കാരണം വോൾട്ടും ഹാങ്കും ഫാമിലിയാണ്. സോ തേർഡ് കണ്ടീഷൻ അദ്ദേഹം ചെക്ക് ചെയ്യുകയാണ്. കോൺസിക്വൻസ് ഒരുപാട് ഹൈ ആണ്. അതുകൊണ്ട് വോൾട്ടിന് തൻ്റെ എല്ലാ മണിയും ജാക്കിന് ഓഫർ ചെയ്യുകയാണ്, ഹാങ്കിനെ കൊല്ലണ്ടെന്ന് പറഞ്ഞിട്ട്. ബട്ട് എങ്ങനെയാണോ ഇത്രയും കാലം അദ്ദേഹം ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു സോഷ്യലി ഒരു സ്റ്റാറ്റസ് ഉള്ളവരുമായിട്ടാണ്.
പക്ഷേ ജാക്കിന് ഒരു എന്താ പറയുക റൂൾസോ റെഗുലേഷൻസോ ഇല്ല. അദ്ദേഹം വോൾട്ടിൻ്റെ നിന്ന് ആ പൈസ എല്ലാം വാങ്ങിക്കുകയും ചെയ്തിട്ട് ഹാങ്കിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. കാരണം ജാക്കിൻ്റെ POV നോക്കുകയാണെങ്കിൽ ഹാങ്ക് എന്ന് പറഞ്ഞൊരു DEA ഏജൻറ്റാണ്. വോൾട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഹാങ്കിനെ കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ തനിക്ക് തന്നെ നാളെ ഒരു പ്രശ്നമാവുമെന്ന് ജാക്ക് മനസ്സിലാക്കി എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഹാങ്കിനെ വോൾട്ടിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് ജാക്ക് കൊല്ലുകയാണ്. ഇത് വോൾട്ടിന് ഒരിക്കലും എന്താ പറയുക ആലോചിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമായിരുന്നു. താൻ ഇത്രയും കാലം തൻ്റെ എല്ലാം റൂൾസും റെഗുലേഷൻസിനും അപ്പുറം പോയി താൻ ഉണ്ടാക്കിയ എല്ലാം തൻ്റെ കൺമുമ്പിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കുകയാണ് വോൾട്ട് ഇവിടെ വെച്ചിട്ട്. വാൾട്ടർ വൈറ്റ് എന്ന ഐഡൻറ്റിറ്റി തൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഇല്ലാതാവുന്നൊരു പോയിൻ്റ് കൂടിയാണിത്. ഇനിയുള്ള കാലം തൊട്ട് താൻ ഹെയ്സൻബർഗ് ആണ് എന്നും വാൾട്ട് ഇവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. തൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ വോൾട്ട് എല്ലാ ലൂസ് എൻഡ്സും ടൈറ്റ് ചെയ്യുന്നുണ്ട്. ജെസ്സിയെ രക്ഷിക്കുന്നുണ്ട്. ആ ഒരു പണം ഫാമിലിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അവസാനം വാൾട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ ലാബാണ്. 50 വർഷത്തിൽ താൻ പേടിച്ചും പിശുക്കിയും അപമാനിച്ചും ജീവിച്ച വോൾട്ടിന് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നിച്ചത് ആ ഒരു ലാബാണ്. സോ ഒരു ലാബിൽ തന്നെ അദ്ദേഹം മരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് എൻഡിങ്, പെർഫെക്റ്റ് തിമാറ്റിക്കലി എല്ലാം കൊണ്ടും റൈറ്റിംഗ് വൈസും മേക്കിംഗ് വൈസും എല്ലാം സൂപ്പറാണെങ്കിലും ആ ഒരു തിമാറ്റിക് എൻഡിങ് കൂടി വരുമ്പോഴാണ് ബ്രേക്കിംഗ് ബാഡ് ഒരു ഗോട്ടഡായി മാറുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ബ്രേക്കിംഗ് ബാഡിനെ കിങ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചത്. ഒരു തിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ബ്രേക്കിംഗ് ബാഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ ചർച്ച ചെയ്യണം വിചാരിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.